ഹലോ ഗീസ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ടീസർ റിയാക്ഷനുമായിട്ടാണ്. മൂവിയുടെ പേര് മോളിവുഡ് ടൈം. നസ്ലിൻ അഭിനയിച്ച ഒരു മൂവിയാണ്. അപ്പോൾ നമുക്ക് റിയാക്ഷനിലോട്ട് പോകാം. അച്ഛാ, എനിക്കൊരു വീഡിയോ ക്യാമറ വാങ്ങിച്ചു തരൂ. മനോജ് നൈറ്റ് ശ്യാമളന്റെ അച്ഛൻ മനോജ് നൈറ്റ് ശ്യാമളന് ചെറുപ്പത്തെ വീഡിയോ ക്യാമറ വാങ്ങിച്ചു കൊടുത്തോണ്ടല്ലേ ഇപ്പൊ ഒരു ഹോളിവുഡ് ഡയറക്ടറായി. ഇവിടെ ഹോളിവുഡ് ഇല്ല, ഈ കൊച്ചു കേരളത്തിൽ സ്മോൾ വുഡേ ഉള്ളൂ. ഹോളിവുഡ് മതി, മോളിവുഡ് മതി. മതി, നമുക്കത് ആരും ഇഷ്ടം അല്ലേ? നമുക്ക് മലയാളികള് മോളിവുഡ് മതി. വേറെ ഒന്നും വേണ്ടല്ലേ? പിന്നെ കേരളത്തോടെ ഫസ്റ്റ് വിൽ ഓൾവേസ് ബി റെക്കോർഡഡ് ആൻഡ് റിമെമ്പേർഡ് ഇൻ ഹിസ്റ്ററി. എൻ്റെ ആദ്യ സിനിമ എല്ലാവരും ഓർക്കണം. അതിന് ഓഡിയൻസ് പേടിച്ചാൽ മാത്രം പോരാ, പേടി ഒരു ചരിത്രമാണ്. ആ ചരിത്രം ആഘോഷിക്കപ്പെടണം. സിനിമ എടുക്കാൻ പോണ ഡയറക്ടർ ഡയറക്ടർ അതിലെ പടത്തിന്റെ പേര് അങ്ങനെയല്ലേ? ഇവൻ തന്നെ നായകനായിരിക്കും. നായകനായിരിക്കില്ല, ഇവൻ ഡയറക്ടർ ആയിരിക്കും. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. തന്നെ ആയിരിക്കാം, നോക്കാം. ക്യാമറ കിട്ടിയ ഉടനെ നമ്മളൊരു ഹൊറർ ഷോട്ട് ഫിലിം എടുക്കും. നീയാണ് നായകൻ. ഞാനോ? യെസ്, അൺപ്രെഡിക്റ്റബിൾ ടേൺ ഓഫ് ഇവന്റ്സ്, ജസ്റ്റ് ലൈക്ക് മനോജ് നൈറ്റ് ശ്യാമളൻ ഫിലിം. ഷറഫുണ്ട്, പിന്നെ മറ്റേനുണ്ട്, മറ്റേ ഉണക്ക എനിക്കറിയാം. ഇവരൊക്കെ സൂപ്പറായിട്ട് സൈക്കോയിട്ട് വന്ന സെറ്റാണ് അയാള്. സൈക്കോയിട്ട് സെറ്റ് ആയിട്ടോ പടത്തിന്റെ വെച്ച് പഴം വായിൽ വെച്ച് വേറെ സൈക്കോയിട്ട് ഒരു പടത്തില് എല്ലാത്തിലും കിടലാണ്. സൂപ്പർ ആക്ടർ. എനിക്ക് വെറും ഒരു ഫിലിം മേക്കറായ പോര സുചി, എന്റെ ഫീൽഡിലെ ബെസ്റ്റ് ആകണം. The best horror filmmaker Malayalam cinema has ever produced. Greatest of all time, coming for the throne now, defining Mollywood, better than this Bollywood. സ്റ്റാർ ആയെന്ന് കാണിക്കുന്നില്ല. പിന്നെ കൈവപ്പൊക്കെ ഇട്ട് കൊടുത്ത് ആൾക്കാർ ഓട്ടോ ഒരു ഫിട്ട് കൊടുത്തല്ലേ തന്നെ. അതിന്റെ അവിടെ കാണിച്ചത് കാണിച്ചത് വലിയ സ്റ്റാറായി എന്നുവെച്ചാ വലിയ സ്റ്റാറായിരുന്നു എന്നാണ് കാണിക്കുന്നത്. പണ്ടൊക്കെ I'm coming to save Malayalam cinema. അവന്റെ ഒരു ആഗ്രഹം, കൊച്ചിലെ തൊട്ടുള്ള ആഗ്രഹം നടത്തിയെടുക്കാൻ വേണ്ടി ശ്രമിക്കണേന്നാണ് തോന്നുന്നത്. എന്തായാലും കൊള്ളായിരുന്നു. പക്ഷേ ഈ പണ്ടത്തെ പീരിയഡ് ഇതെല്ലാം അവന്റെ ഒരു കഥാപാത്രമാണ് നോക്കണ്ടേടാ. ഇത് അവൻ കൊച്ചിലെ ഉള്ള ആഗ്രഹം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയി അതിനെ വലുതായി വരുമായിരിക്കും. ഇതേ സെയിം കുറെ പടം കണ്ടിട്ടുണ്ട്. ഇത് ടീസറിലാന്ന് ഇപ്പം ട്രെയിലർ ഇട്ട്. ഇതേപോലത്തെ ഞാൻ ഒരു ധ്യാൻ ശ്രീനിവാസൻ ഡയറക്ടറായ ഒരു മൂവി ഉണ്ട്. മറ്റേ മരണ ശേഷം അല്ല, ഒരു ബാലന അങ്ങനെ ഒരു പടം ഉണ്ടല്ലോ. എന്തോ ഒരു പടം ഉണ്ടല്ലോ, ഈ നമ്മളെ പൃഥ്വിരാജിനൊക്കെ. ഞാൻ കണ്ടില്ല. അങ്ങനെ മൂവിയൊക്കെ ഉണ്ട്. അത് ആദ്യത്തെ സംവിധായകനെ കുറിച്ച് എന്തോ ഇല്ലേ, എന്തോ ഡാനിയല്ല അങ്ങനെ എന്തോ എനിക്കറിഞ്ഞില്ല. എന്തായാലും ഇത് ടീച്ചർ കുഴപ്പമില്ല, സൂപ്പറാണ്. സൂപ്പർ. എന്തായാലും പിന്നെ കാണാം.